ഇനി രണ്ടാമത്തെ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായം വ്യാസഭഗവാന്റെ ജനനത്തെ പറ്റിയാണ് പറയണത്. സൂത ഉവാച, സൂതൻ തുടർന്ന് പറയുകയാണ്. ഒരിക്കൽ തീർത്ഥയാത്ര ചെയ്യുന്നതിനിടയ്ക്ക് മഹാതേജസ്വിയായ പരാശര മുനി ഉത്തമമായ കാളിന്ദീ തീരത്ത് വന്നു ചേർന്നു. പരാശര മുനി തീർത്ഥയാത്ര ചെയ്യുകയായിരുന്നു. പണ്ട് മഹർഷിമാർ ഒരു സ്ഥലത്ത് തമ്പടിച്ച് അധികം കാലം കഴിയില്ല. തപസ് ചെയ്യാൻ വേണ്ടി ഒരിടത്ത് തമ്പടിക്കും. തപസ് ചെയ്ത് ആർജിച്ച ശക്തി ലോക നന്മയ്ക്കായിക്കൊണ്ട് അവർ ലോകം മുഴുവൻ ചുറ്റി നടക്കും. അത് ലോകത്തിനെ മുഴുവൻ മംഗളമാക്കി വീണ്ടും തിരിച്ചു വന്ന് റീചാർജ് ചെയ്ത് പിന്നെയും അവർ പോകും. ഈ പ്രോസസ്സ് ഇങ്ങനെ അനസ്യൂതം നടന്നുകൊണ്ടിരിക്കും. ഇപ്പം മിക്കവാറും എല്ലാ മഹർഷിമാരും ഇതേപോലെ യാത്ര ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നു. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പരാശര മുനി കാളിന്ദി തീരത്ത് വന്നു ചേർന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നിഷാദനോട് ധർമാത്മാവായ അദ്ദേഹം പറഞ്ഞു, തോണിയിൽ എന്നെ കാളിന്ദിയുടെ മറുകരയ്ക്ക് കൊണ്ടുവിടൂ. ഇപ്പോൾ കാളിന്ദി തീരത്തെത്തി അക്കരെ കടക്കണം. ആ സമയത്ത് അക്കരെ കടത്താൻ തോണി തുഴയുന്ന നിഷാദൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒന്നെന്നെ അക്കരെ കടത്തണം. നദീതടത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ദാശൻ, നമ്മുടെ മത്സ്യോദരിയുടെ അച്ഛൻ ദാശൻ മുനി പറഞ്ഞത് കേട്ട് മകളും ബാലികയും സുന്ദരിയുമായ മത്സ്യഗന്ധിയോട് പറഞ്ഞു, മകളെ, മുനിയെ നദിയുടെ മറുകരയ്ക്ക് കൊണ്ടുപോകൂ. ധർമാത്മാവും താപസ്വനുമായ ഇദ്ദേഹം മറുകര പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പം മകള് വെറുതെ അവിടെ അച്ഛൻ്റെ സംരക്ഷണയിൽ വളരുകയായിരുന്നില്ല. അച്ഛൻ ചെയ്യുന്ന തൊഴിലിന് സഹായകരമായ രീതിയിലാണ് വളർന്നത്. അച്ഛൻ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയെ സഹായിച്ചുകൊണ്ടാണ് മകൾ വളർന്നത്. ഇത് ശ്രദ്ധിക്കേണ്ടുന്നൊരു പോയിൻ്റാണ്. അച്ഛനമ്മമാർ ഏത് ജോലിയിലാണോ വ്യാപരിച്ചു കൊണ്ടിരുന്നത് അതിൽ മക്കളും സഹകരിക്കുന്നു. ക്രമേണ അവർ ആ ജോലിയിൽ നിഷ്ണാതന്മാരാകുന്നു. അങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് തൊഴിൽ കൈമാറി വന്നിരുന്നത്. അങ്ങനെ പരമ്പരാഗതമായിട്ട് തൊഴിൽ കൈമാറി വരുമ്പം അതോടൊപ്പം സ്കില്ലും കൈമാറും. അങ്ങനെയാണ് നമ്മുടെ കാഞ്ചീപുരം പട്ടും ഒക്കെ വളരെ പ്രസിദ്ധമായി തീർന്നത്. കാരണം അത് തലമുറകളായിട്ട് ചെയ്തു വരുന്ന ഒരു തൊഴിലായിരുന്നു. അപ്പോൾ അതാരും പഠിപ്പിച്ചു കൊടുക്കുകയൊന്നുമില്ല. അതിന് സർട്ടിഫിക്കറ്റ്സ് ഒന്നുമില്ല. അത് അച്ഛനോടൊപ്പം ചേർന്ന് നിന്ന് അത് ആക്കുകയാണ് ചെയ്യുക, സംക്രമിക്കുകയാണ് ചെയ്യുക. ഈശ്വരാനുഗ്രഹവും അതേപോലെ തന്നെ ഈശ്വരോന്മുഖമായി ചരിക്കുന്നവരുടെ കൂടെ സഞ്ചരിച്ച് സ്വായത്തം ആക്കാവുന്നതാണ്. അപ്പം മകളും ഇതേപോലെ അച്ഛൻ ചെയ്ത തൊഴിൽ തന്നെയാണ് ചെയ്തത്. അപ്പം അച്ഛൻ മകളോട് പറഞ്ഞു, ഒന്ന് ഇദ്ദേഹത്തെ അക്കരയ്ക്ക് കൊണ്ടുപോയി വിടൂ. ധർമാത്മാവും താപസനുമാണ് ഇദ്ദേഹം. പിതാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ വസുപുത്രിയും സുന്ദരാംഗിയുമായ ആ മത്സ്യഗന്ധ വഞ്ചിയിലിരുന്ന മുനിയെ മറുകരയ്ക്ക് തുഴഞ്ഞു കൊണ്ടുപോയി. അച്ഛൻ പറഞ്ഞു കേട്ടപ്പം വേറെ ചിന്തയൊന്നും ഉണ്ടായില്ല. മകള് തുഴയാൻ തീരുമാനിച്ചു. മകളങ്ങനെ തോണി കയറി തുഴഞ്ഞു. അങ്ങനെ തോണി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് മറുകരയ്ക്ക്. കാളിന്ദീ ജലത്തിലൂടെ മറുകരയ്ക്ക് പോയിക്കൊണ്ടിരിക്കെ അവശ്യം ഭാവിയായ ദൈവനിശ്ചയത്താൽ ആ ചാരുലോചനയെ കണ്ട് മുനി കാമാർത്തനായി തീർന്നു. എത്ര മനോഹരമായിട്ടാണ് ആ കാമത്തെ വ്യാസഭഗവാൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. അവശ്യം ഭാവിയായ ദൈവനിശ്ചയത്താൽ ഭാവിത്വാ ദൈവയോഗത, ഈശ്വര നിശ്ചയത്താൽ അദ്ദേഹം കാമാർത്തനായി തീർന്നു. ഭാരതം ഒരിക്കലും കാമത്തെ മോശമായി കണ്ടിരുന്നില്ല. കാമത്തെ ഭാരതം മോശമായി കണ്ടിരുന്നു എങ്കിൽ ഇങ്ങനെയൊന്നും വ്യാസഭഗവാൻ എഴുതുമായിരുന്നില്ല. അവശ്യം ഭാവിയായ സംഭവിക്കേണ്ടതായതുകൊണ്ട് ഈശ്വര നിശ്ചയത്താൽ
ആ ചാരുലോചനയെ കണ്ട് മുനി കാമാർത്തനായി തീർന്നു. യൗവനത്തുടിപ്പാർന്ന അവളെ കണ്ട് കാമാർത്തനായി കഴിഞ്ഞാൽ പിന്നെ എന്തൊന്നാണോ കാമത്തെ ഉണർത്തിയത് അത് അത്യന്തം സുന്ദരമായിട്ട് തോന്നും. കാമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്. യൗവനത്തുടിപ്പാർന്ന അവളെ കണ്ട് സ്വീകരിക്കാൻ കൊതി പൂണ്ട മുനി തൻ്റെ വലം കൈ കൊണ്ട് അവളുടെ വലത്തെ കൈയിൽ സ്പർശിച്ചു. അവളുടെ കൈ കയറി പിടിച്ചു എന്നർത്ഥം. അവൾ ഉടനെ നിലവിളിച്ച് ബഹളം ഉണ്ടാക്കുകയൊന്നും ചെയ്തില്ല. അവൾ എന്താ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ആ കരിനീലക്കണ്ണാൾ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഒട്ടും പതറിയില്ല. ഒരു അന്യപുരുഷൻ്റെ കൂടെയാണ് യാത്ര. അയാൾ ആകസ്മികമായി ഇവളുടെ കൈക്ക് കയറി പിടിച്ചപ്പോൾ പരിഭ്രാന്തി ഉണ്ടായില്ല, ഉറക്കം നിലവിളിച്ചില്ല. അവൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ കുലത്തിനും ശ്രുതിക്കും തപസ്സിനും ചേർന്നതാണോ ഈ പ്രവൃത്തി? തിരിച്ച് ബോൾഡായിട്ട് നിന്നു, പതറിയില്ല. ഭാരതീയ സംസ്കൃതിയുടെ മടിത്തട്ടിലാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തരും വളരുന്നത് എങ്കിൽ അവശ്യം വേണ്ടതായിട്ടുള്ള ധൈര്യം ഉണ്ടാകും. ആ ധൈര്യം കൃത്യമായ ചര്യയിലൂടെ ആർജിക്കപ്പെടുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ധൈര്യം ഉണ്ടാവും. ഈ പെൺകുട്ടിക്ക് സാധാരണ ഒരു പെൺകുട്ടിയാണ്, അവൾ അബല എന്നാണ് വിളിക്കപ്പെടുന്നത് തന്നെ. അവൾ ഭയപ്പെടേണ്ടതാണ്. അവൾക്ക് ഭയമുണ്ടായില്ല. അവൾ പറഞ്ഞു, അവൾ ധൈര്യത്തോടു കൂടി മുഖത്ത് നോക്കി തന്നെയായിരിക്കണം സംസാരിച്ചിട്ടുണ്ടാവുക. അങ്ങയുടെ കുലത്തിനും ശ്രുതിക്കും തപസ്സിനും ചേർന്നതാണോ ഈ പ്രവൃത്തി? അങ്ങ് വസിഷ്ഠ മഹർഷിയുടെ ബന്ധുവാണ്, കുലശീലാദികളുള്ളവനാണ്. ധർമ്മജ്ഞ, അങ്ങ് കാമപീഡിതനായി എന്തു ചെയ്യാനാണ് തുടങ്ങുന്നത്? ഒരു മൊമെൻറ്റിലാണ് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ മനസ്സ് താല്പര്യപ്പെടുക. ആ മൊമെൻറ്റിൽ നിന്ന് വ്യതിചലിപ്പിച്ചാൽ പിന്നെ ആരായാലും റാഷണലായി തീരും. ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഒരു മൊമെൻറ്റിൽ എടുക്കുന്ന ഡിസിഷനാണ്. ആ മൊമെൻറ്റിൽ അയാളോട് ആർക്കെങ്കിലും സംസാരിക്കാൻ, അയാളോടോ അവരോടോ ആർക്കെങ്കിലും സംസാരിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അതിൽ നിന്ന് മനസ്സിനെ ഒന്ന് വ്യതിചലിപ്പിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ ആ തീരുമാനം അവർ നടപ്പാക്കില്ല. കൊലപാതകം ചെയ്യുമ്പോഴും മനഃശാസ്ത്രജ്ഞന്മാർ അങ്ങനെയാണ്. ആ ഒരു മൊമെൻറ്റിൻ്റെ ഇമ്പൾസിലാണ് അത് ചെയ്യുന്നത്. ആ മൊമെൻറ്റിൽ നിന്ന് അവരെ നമുക്ക് വ്യതിചലിപ്പിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ ആ പ്രവൃത്തി അവർ പിന്നെ ചെയ്യില്ല. അപ്പോൾ ഇവിടെ ധീരതയോടുകൂടി കാമാർത്തനായ പരാശര മുനിയുടെ കണ്ണുകളിൽ നോക്കി അവൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? അച്ഛൻ പറഞ്ഞത് പെൺകുട്ടി ആയതുകൊണ്ട് ഇവളെ വേണ്ട, നീ വളർത്തിക്കോ എന്നാണ് പറഞ്ഞത്. ദാശൻ്റെ വീട്ടിൽ, കടത്തുകാരൻ്റെ വീട്ടിൽ എത്രത്തോളം വിദ്യാഭ്യാസം കിട്ടും എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ സ്വധർമ്മ നിരതയായി കഴിഞ്ഞിരുന്ന അവൾ ധീരയും ആയിരുന്നു. സ്വധർമ്മ നിരതരായിരിക്കുന്നവർക്ക് ധൈര്യമുണ്ടാകും, അവർ ഭീരുക്കളായിരിക്കില്ല. അപ്പോൾ ഇവള് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അങ്ങ് വസിഷ്ഠ മഹർഷിയുടെ ബന്ധുവാണ്, കുലശീലാദികളുള്ളവനാണ്. ധർമ്മജ്ഞ, അങ്ങ് കാമപീഡിതനായി എന്തു ചെയ്യാനാണ് തുടങ്ങുന്നത്? റാഷണലായിട്ട് ഇയാളുടെ ആ ഇമ്പൾസീവ് ആക്ടിനെ അവൾ ക്വസ്റ്റ്യൻ ചെയ്തു. ബ്രാഹ്മണോത്തമ, ഭൂമിയിൽ മനുഷ്യജന്മം കിട്ടുക വളരെ പ്രയാസം തന്നെ. ദാശപുത്രി പോലും ഫിലസോഫിക്കലാകുന്ന നാട്. ഇവിടെ മഹർഷീശ്വരന്മാർ മാത്രമൊന്നുമല്ല തത്വദർശനവും തത്വശാസ്ത്രങ്ങളും പ്രഘോഷിച്ചിരുന്നത്. ദാശപുത്രി പോലും, കടത്തുകാരൻ്റെ മകള് പോലും ധർമ്മപ്രഭാഷണം നടത്തിയിരുന്ന നാട്. സ്വധർമ്മ നിരതരായിരുന്നവർക്ക് അനുഭവത്തിലൂടെ ഉരുത്തിരിഞ്ഞ അറിവ് ഉണർത്തിയ ധൈര്യം ഉള്ളവർ ഉണ്ടായിരുന്ന നാട്. ആ നാട്ടിലാണ് ഇവരൊക്കെ ഉണ്ടാവുക. അതെല്ലാം ഇന്ന് പതുക്കെ ഇല്ലാതെയായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും കൂടിയാണ് സമൂഹത്തിൽ ഈ കാണുന്ന അട്രോസിറ്റീസൊക്കെ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്നതും.
ബ്രാഹ്മണോത്തമ, ഭൂമിയിൽ മനുഷ്യജന്മം കിട്ടുക വളരെ പ്രയാസം തന്നെ, പ്രത്യേകിച്ച് ബ്രാഹ്മണത്വം അതിലും ദുർലഭമാണെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ആ ഭാരതനാട്ടിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും, സ്വധർമ്മ നിരതരായ ഏതൊരാൾക്കും ഇവിടെ ഉൾക്കാഴ്ചയുണർത്തുന്ന അറിവുണ്ടായിരുന്നു. ആ അറിവിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. കുലം, ശീലം, വേദജ്ഞത്വം ഇവ കൊണ്ടെല്ലാം അങ്ങ് ഒരു ഉത്തമ ബ്രാഹ്മണനാണ്, ധർമ്മജ്ഞനുമാണ്. ബ്രാഹ്മണശ്രേഷ്ഠ, മത്സ്യഗന്ധമുള്ള എന്നെ കണ്ടിട്ട് അങ്ങേക്ക് എന്തുകൊണ്ട് ആര്യന്മാർക്ക് ചേരാത്ത ഈ ഭാവം ഉണ്ടായി? അപ്പം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം ആരാണ് എന്ന്. അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇദ്ദേഹത്തിന് എന്താ ഉണ്ടാവാൻ സാധ്യത? ഇദ്ദേഹം സെൽഫ് അവെയർ ആവും. അപ്പോൾ സെൽഫ് അവെയർനെസ് ഉണ്ടായാൽ റൈറ്റ്യസ് ആവും. അവെയർനെസ് ഇല്ലാതെ പോകുന്നതാണ് ഈ റൈറ്റ്യസ്നെസ് ഇല്ലാതെയാകുന്നതിനുള്ള കാരണം. അവെയർനെസ് ഇല്ലാതെയാകുന്നതാണ് തെറ്റായ രീതിയിലൂടെ സഞ്ചരിക്കുവാനുള്ള കാരണം. ഉദാഹരണത്തിന് ഒരു ക്ലാസ് മുറി, ആ ക്ലാസ് മുറിയിൽ കുട്ടികൾ, അവിടെ ഒരു അധ്യാപകൻ ഇരിക്കുന്നുണ്ട്. അധ്യാപകൻ ഒരു നോവലും വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മുടെ ലൗഡ് സ്പീക്കർ എന്ന സിനിമയിലെ ഒരു ക്ലാസ് റൂം സീൻ, ആ സീന് പോലെയാണ് അധ്യാപകൻ എന്ന് വിചാരിക്കുക. അധ്യാപകൻ ഒരു നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അധ്യാപകൻ തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങും, അവിടെ വികൃതി കാണിക്കാൻ തുടങ്ങും, അവിടെ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ തുടങ്ങും. അങ്ങനെ പലതരത്തിലുള്ള കശപിശകളും കലപിലകളും അവിടെ സംഭവിക്കും. നോവൽ വായനയിൽ നിന്ന് ശ്രദ്ധ മാറ്റി ക്ലാസ്സിലേക്ക് ഈ അധ്യാപകൻ തൻ്റെ ശ്രദ്ധ തിരിക്കുന്ന മാത്രയിൽ എന്ത് സംഭവിക്കും? ഓർഡറായി മാറും. അപ്പോഴത്തേക്കും കുട്ടികൾ നിശബ്ദരാകും, റോക്കറ്റ് വിക്ഷേപണങ്ങൾ നിൽക്കും, കലപിലകൾ നിശബ്ദമാകും, കശപിശകൾ ശാന്തമാകും. എങ്ങനെയാണ് അതുണ്ടായത്? അധ്യാപകൻ്റെ ശ്രദ്ധ. ഒരു ട്രാഫിക് ഐലൻഡിൽ നിൽക്കുന്ന ട്രാഫിക് പോലീസുകാരൻ്റെ ശ്രദ്ധ തെറ്റിയാൽ ട്രാഫിക് ജാം ഉണ്ടാകും. അയാളുടെ ശ്രദ്ധ ട്രാഫിക് അനസ്യൂതമായിട്ട് പോകാൻ ഇടവരുത്തും. ശ്രദ്ധയാണ് ഓർഡർ ഉണ്ടാക്കുക. നമ്മളൊരു വഴിയെ നടന്നു പോകുമ്പം നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ നടത്തമൊക്കെ കറക്റ്റാകും, നമ്മളുടെ നോട്ടമൊക്കെ കറക്റ്റാകും, നമ്മളുടെ ചിന്തകളൊക്കെ കറക്റ്റാകും. ശ്രദ്ധ കറക്റ്റായിട്ടുള്ള വഴിയെ പോകാൻ പ്രേരിപ്പിക്കും. വെറുതെ ശ്രദ്ധിച്ചാൽ മതി. അതാണ് അവയർനെസ്സിൻ്റെ പവർ. അവയർനെസ് ഭഗവതിയാണ്, സംവിത് സ്വരൂപിണിയായ ഭഗവതിയാണ് അവയർനെസ്. നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന കലപില ചിന്തകളില്ലേ, അവയെ നേരെയാക്കാനും സോർട്ട് ഔട്ട് ചെയ്യാനും ഒന്നും ശ്രമിക്കേണ്ട, ശ്രദ്ധിച്ചു തുടങ്ങിയാൽ മതി. ആദ്യം ശ്രദ്ധിക്കുമ്പം ഒരുപാടുണ്ടോ എന്ന് തോന്നും, ഒരുപാടുള്ളതൊന്നുമല്ല, അതിലുള്ളതിനെ കാണുന്നതാണ്. അത് കഴിഞ്ഞാൽ ക്രമേണ അത് കറക്റ്റായിട്ട് വരും. ശ്രദ്ധ വളരെ പ്രധാനമാണ് കറക്ഷന്. അപ്പം ഇവിടെ നമ്മളുടെ മത്സ്യഗന്ധി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ ശ്രദ്ധിക്കുവാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. കുലം, ശീലം, വേദജ്ഞം ഇവ കൊണ്ടെല്ലാം അങ്ങൊരു ഉത്തമ ബ്രാഹ്മണനാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ആ ശ്രദ്ധ വന്നു. താനൊരു വലിയ കുലത്തിൽ, വസിഷ്ഠകുലത്തിൽ പെട്ട ആളാണ്. തൻ്റെ ശീലം, താനൊരു താപസനാണ്. തൻ്റെ അറിവ്, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം അവെയർ ആകുമ്പോൾ കറക്റ്റ് ആവും. ബ്രാഹ്മണ ശ്രേഷ്ഠ, മത്സ്യഗന്ധമുള്ള എന്നെ കണ്ടിട്ട്, സൗന്ദര്യമുള്ളതിനെ കണ്ടാൽ സാധാരണഗതിയിൽ അട്രാക്റ്റഡ് ആകും. പക്ഷേ എനിക്ക് സൗന്ദര്യം മാത്രമല്ല ഉള്ളത്, എൻ്റെ ശരീരത്തിൽ ഒരു മത്സ്യഗന്ധമുണ്ട്. ഭംഗിയുള്ളതൊന്ന് കാണുമ്പം അത് വേണം എന്ന് തോന്നും. അതിനെ നമ്മളുടേതാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതിൽ നിന്ന് അസഹ്യമായ ദുർഗന്ധം വമിക്കുകയാണ് എന്ന് വിചാരിക്കുക, അതിനെ വേണ്ടാന്നും തോന്നും. അതാണ് മത്സ്യഗന്ധം ഇവിടെ പറയുന്നത്. അങ്ങയെ മത്സ്യഗന്ധമുള്ള എന്നെ കണ്ടിട്ട് അങ്ങേക്ക് എന്തുകൊണ്ട് ആര്യന്മാർക്ക്, ശ്രേഷ്ഠന്മാർക്ക് ചേരാത്ത ഈ ഭാവമുണ്ടായി? ബുദ്ധി ഉറച്ച ഹേ ബ്രാഹ്മണ, പരാശര ഹോരയൊക്കെ എഴുതിയ ആളാണ് ഈ പരാശര മഹർഷി. വിഷ്ണു പുരാണം രചിച്ച ആളാണ് ഈ പരാശരൻ. പരാശരനാണ് വിഷ്ണു പുരാണത്തിൻ്റെ രചയിതാവ് എന്ന് കരുതപ്പെടുന്നുണ്ട്. ബുദ്ധി ഉറച്ച ഹേ ബ്രാഹ്മണ, എന്നെ കണ്ട് അടുക്കൽ വന്ന് കൈപിടിക്കാൻ തക്കവണ്ണം എൻ്റെ ശരീരത്തിൽ
എന്താണ് ശുഭമായിട്ടുള്ളത്? കാമാർത്തനായി എന്നെ സമീപിക്കുന്ന അങ്ങേക്ക് സ്വധർമ്മം ഓർമ്മയില്ലേ? കഷ്ടം. ബുദ്ധി മന്ദിച്ച ഈ ബ്രാഹ്മണൻ എന്നെ സ്വീകരിക്കാൻ തുടങ്ങവേ സംസാരത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രദ്ധയില്ലാതെ എന്നെ അങ്ങയുടേതാക്കാൻ തീരുമാനിച്ച ആ നിമിഷത്തിൽ അങ്ങ് സാധാരണ സംസാരിയായി കഴിഞ്ഞിരിക്കുന്നു. സാധാരണ സംസാരി ആയവരാണ് ആഗ്രഹിച്ചാൽ ഉടനെ അത് തൻ്റേതാക്കാനുള്ള പ്രയത്നം ചെയ്തതിനെ തൻ്റേതാക്കുക. അതിലൊന്നും അവയർനെസ് ഇല്ല. അൺഅവെയറായിട്ടാണ് ഈ പ്രക്രിയകൾ മുഴുവൻ ചെയ്യുക. അൺഅവെയറായിട്ട് ചെയ്യുന്ന പ്രക്രിയകൾ മുഴുവൻ സംസാരമാണ്. ആ സംസാരത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്നെ സ്വീകരിച്ചിട്ട് വ്യാകുലവും കാമപീഡിതവുമായ മനസ്സിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. എന്നെ ഒരിക്കൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങയുടെ മനസ്സിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രയാസം വരും. എന്നെ സ്വീകരിച്ചിട്ട് വ്യാകുലവും കാമപീഡിതവുമായ മനസ്സിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ പെൺകിടാവ് മഹാമുനിയോട് പറഞ്ഞു, മഹാഭാഗ, ധൈര്യമായിരിക്കൂ, ഞാൻ മറുകര കടത്തട്ടെ. അവരിത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വേറൊന്നും ചെയ്തില്ല. അവർ പറഞ്ഞു, മഹാഭാഗ, ധൈര്യമായിരിക്കൂ, ഞാൻ മറുകര കടത്തട്ടെ. ഞാൻ ബഹളം വിളിച്ചു കൂട്ടും, എൻ്റെ അച്ഛനോട് പറയും, ഞാൻ അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും. നിങ്ങളാരാ എന്നൊന്നും ചോദിച്ചില്ല. അയാൾ ആരാണ് എന്ന് അയാളെ ഓർമ്മപ്പെടുത്തി. ആ ഓർമ്മപ്പെടുത്തൽ അയാളെ ആ ആക്റ്റിൽ നിന്ന് പിന്തിരിപ്പിച്ചു. സൂത ഉവാച. സൂതൻ തുടരുകയാണ്. പരാശര മഹർഷി ഹിതകരമായ അവളുടെ വാക്ക് കേട്ട് കൈവിട്ടിട്ട് അവിടെ നിന്നു. ഇത് കേട്ട ഉടനെ അദ്ദേഹം സെൽഫ് അവെയറായി. സെൽഫ് അവെയർ ആയപ്പോൾ റൈറ്റ്യസ് ആയപ്പോൾ അദ്ദേഹം കൈവിട്ടു. പിന്നെ മറുകര എത്തി. മറുകര എത്തിയപ്പോൾ മഹർഷി കാമാതുരനായി വീണ്ടും അവളുടെ കൈ കടന്നു പിടിച്ചു. ആ കന്യക മുമ്പിൽ നിൽക്കുന്ന അദ്ദേഹത്തോട് വിറച്ചുകൊണ്ട് പറഞ്ഞു, മുനിശ്രേഷ്ഠ, എന്നെ മീൻ നാറും. അങ്ങേക്ക് അറപ്പ് തോന്നില്ലേ? രൂപസൗന്ദര്യം ഒരുപോലുള്ളവർ തമ്മിൽ ആഗ്രഹിച്ച് ചേരുന്ന ചേർച്ചയെ സുഖപ്രദമാവൂ. പിന്നെയും ഇദ്ദേഹം കാമാർത്ഥനായി. അദ്ദേഹം സെൽഫ് അവെയർ ആയെങ്കിലും പിന്നെയും അദ്ദേഹത്തിന് ആ കാമത്തെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. കാരണം അനിയന്ത്രിതമാണ് കാമം. വാസ്തവത്തിൽ കാമത്തെ നിയന്ത്രിക്കാൻ ആരാലും സാധ്യം അല്ല. അതുകൊണ്ടാണ് ആദ്യം വ്യാസഭഗവാൻ പറഞ്ഞത്, അവശ്യം ഭാവിയായ ദൈവനിശ്ചയത്താൽ കൃത്യമായി സംഭവിക്കേണ്ടതാണ് എങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. കാരണം അത് ഈശ്വര നിശ്ചയം കൊണ്ടുണ്ടാകുന്നതാണ്. ഈശ്വര നിശ്ചയം കൊണ്ടുണ്ടാകുന്നതല്ലെങ്കിലോ ഈ സെൽഫ് അവെയർനെസ് വരുന്നതോടുകൂടി ഇല്ലാണ്ടാകും. അപ്പോൾ ഇവിടെ ഇത് ദൈവനിശ്ചയമാണ്. വ്യാസഭഗവാൻ പിറക്കണം. അപ്പോൾ വ്യാസഭഗവാൻ പിറക്കണമെങ്കിൽ മത്സ്യഗന്ധിയും പരാശരനും തമ്മിൽ സംഗമിക്കണം. പരാശരനും മത്സ്യഗന്ധിയും തമ്മിൽ സംഗമിക്കണം എന്നുണ്ടെങ്കിൽ കാമം വേണം. അപ്പോൾ ഈ കാമം ദൈവനിശ്ചയത്താൽ ഉണ്ടാകുന്ന കാമമാണ്. ധാർമ്മികമായ കാമമാണ്, അധാർമികമായതല്ല. അധാർമികമായതാണ് കാമമെങ്കിൽ അതിൻ്റെ പരിണതഫലം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും, ദോഷം ഉളവാക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം ഇതിൻ്റെ പരിണതഫലം എങ്ങനെയാണ് എന്ന്. അപ്പം മറുകര എത്തിയപ്പോൾ മഹർഷി കാമാതുരനായി വീണ്ടും അവളുടെ കൈ കടന്നു പിടിച്ചു. ആ കന്യക മുമ്പിൽ നിൽക്കുന്ന അദ്ദേഹത്തോട് വിറച്ചു കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇവളിലും കാമമുണ്ട്. റെസിപ്രൊക്കേറ്റ് ചെയ്തു ആ കാമം. ആദ്യം അവൾ വളരെ റാഷണലായിട്ടൊക്കെ ചിന്തിച്ച് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ അവെയറാക്കി അദ്ദേഹം ചെയ്യാൻ പോകുന്ന കൃത്യത്തിൽ നിന്ന് പിന്തിരിച്ചെങ്കിലും ആ കൃത്യം നടക്കേണ്ടത് വിധിയുടെ അനിവാര്യതയാണെങ്കിൽ അത് നടന്നേ പറ്റൂ. അതിനെ തടുക്കാൻ ആർക്കും പറ്റില്ല. അപ്പം അദ്ദേഹം വീണ്ടും കടന്നു പിടിച്ചു. അവളും കാമാതുരയായി വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു, മുനിശ്രേഷ്ഠ, എന്നെ മീൻ നാറും. അങ്ങേക്ക് അറപ്പ് തോന്നില്ലേ? കാരണം കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് കാര്യമില്ല. ഇന്ദ്രിയങ്ങൾക്കൊന്നിന് ആകർഷകമായി എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് അത് അനാകർഷകമായി തോന്നിയാലും അത് നമുക്ക് നമ്മുടേതാക്കാൻ തോന്നില്ല. നല്ല മണം കഴിക്കാൻ തോന്നി, എടുത്ത് നാക്കിൽ വെച്ചു, രുചി ഇഷ്ടമായില്ല, തുപ്പിക്കളയും. നല്ല രുചി നാക്കിലെടുത്ത് വെച്ചു, ചൂട് കൂടുതൽ, തൊലിക്കിഷ്ടമായില്ല, തുപ്പിക്കളയും. ഇന്ദ്രിയങ്ങൾക്ക് അഞ്ചിനും ഇഷ്ടമായാൽ മാത്രമേ
അത് നമുക്ക് ശരിക്കും ഇഷ്ടം ഉള്ളതാവുകയുള്ളൂ. അതിവിടെ ഓർമ്മിപ്പിക്കുകയാണ്.